ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അല്ല, എന്താണ് പാലസ്തീനിൽ സംഭവിക്കുന്നത് എന്നതിനേക്കാളും നമ്മുടെ നാട്ടിലുള്ളവരുടെ അഥവാ ഇന്ത്യയിൽ ഉള്ളവരുടെ മനോനിലക്ക് എന്താണ് സംഭവിക്കുന്നത്? പല രാജ്യങ്ങളിൽ ഇറ്റലി, സ്പെയിൻ, ജർമ്മനി, അമേരിക്ക, കൊറിയ, അർജന്റീന എന്തിന് ഇസ്രയേൽ എന്ന രാജ്യത്തു വരെ പലസ്തീനിൽ നടക്കുന്ന വംശഹത്യ നിർത്തണം എന്ന് പറഞ്ഞു പ്രക്ഷോഭം നടക്കുന്നു. മുസ്ലിം രാജ്യങ്ങളിൽ പോലും കാണാത്ത വിധം ഈ വംശഹത്യക്കെതിരെ പ്രതികരിക്കുന്നത് മറ്റു രാജ്യങ്ങളാണ്. ഭക്ഷണങ്ങളുമായി ഗസയിലേക്കുള്ള സഹായ കപ്പലുകളായ ഗ്ലോബൽ സൊമൂഡ് ഫ്ലറ്റില്ല എന്ന കപ്പലുകൾ പോലും മുസ്ലിം രാജ്യങ്ങളിൽ നിന്നല്ല. പാശ്ചാത്യ മനുഷ്യരുടെ മനുഷ്യത്വം മരിച്ചിട്ടില്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകാം. പ്രത്യേകിച്ച് സ്വന്തം രാജ്യമായ ഇസ്രയേലിലെ ഭരണകൂടത്തിനെതിരെ വരെ അവിടെ ഉള്ളവർ ഈ വംശഹത്യ നിർത്തണമെന്ന് പറഞ്ഞു പ്രതിഷേധിക്കുന്നു. എന്നാൽ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇസ്രയേലികൾ പോലും പറയാത്ത വിധം ഈ വംശഹത്യയെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ സംശയിച്ചു പോകും, നമ്മുടെ രാഷ്ട്രീയക്കാർ നമ്മുടെ നാടിനെ മതത്തിന്റെ പേരിൽ എത്രത്തോളം നശിപ്പിച്ചെന്ന്. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിൽ വരെ ആനന്ദിക്കുന്ന നമ്മുടെ ഈ നാട്ടിലുള്ള വരെ നോക്കി ഒരുപക്ഷേ ഈ നരഹത്യ ചെയ്തതിൽ ആത്മഹത്യ ചെയ്ത ഇസ്രായേൽ സൈനികർ വരെ പുച്ഛിക്കുന്നുണ്ടാകും. തൃശൂർ എന്ന സ്ഥലത്ത് ഒരാൾ മറ്റൊരാളെ കൊന്നു എന്ന് വിചാരിക്കുക. ആ മരിച്ച ആളുടെ സഹോദരൻ തന്റെ ജ്യേഷ്ഠനെ കൊന്നവനെ കൊല്ലാൻ ആ നഗരത്തിൽ തന്നെ ബോംബ് വെച്ച് എല്ലാവരെയും കൊല്ലുന്നത് ന്യായീകരിക്കാൻ പറ്റുമോ? ഇതല്ലേ തീവ്രവാദം? ഇസ്രായേൽ കൊന്ന ആ ലക്ഷക്കണക്കിന് മനുഷ്യർ എന്തു പിഴച്ചു? പാവങ്ങൾ, ആ കുഞ്ഞുങ്ങൾ എന്തു ചെയ്തു? മാത്രല്ല ഭക്ഷണം പോലും നൽകാതെ പട്ടിണിക്ക് ഇട്ട് കൊല്ലുന്നതിൽ എന്ത് ന്യായീകരിക്കാൻ? ഇത്ര പോലും ചിന്തിക്കാൻ സാധിക്കാത്തവരായി നമ്മുടെ സമൂഹത്തിലെ ചിലർ മാറി. കാരണം ചിലർക്ക് ഇതിൽ ആനന്ദം കിട്ടുന്നു. ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ പട്ടിണിക്ക് ഇട്ട് കൊല്ലുന്നതിൽ വരെ ആനന്ദിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ടേൽ അതിൽ മനസ്സിലാകാം നിങ്ങൾ ഒരു തീവ്രവാദിയോളും ആയിരിക്കുന്നു. ആ വിഭാഗം ഒരു കാലത്ത് തീവ്രവാദികൾ ആയിരുന്ന താലിബാൻ ഇന്ത്യയിലേക്ക് വരുന്നതിനും ഒരു പക്ഷേ കൈ അടിക്കും. കാരണം അവർ തീവ്രവാദികൾ ആയി. മാത്രമല്ല ഭരണകൂടത്തിന്റെ ഏത് നിലപാടിനും ഒപ്പം നിൽക്കുന്നവരായി എന്നർത്ഥം. സ്വയം ചിന്തയോ മനുഷ്യത്വമോ ഇല്ലെന്നർത്ഥം. രാഷ്ട്രീയക്കാർ അവരുടെ വിജയത്തിന് സമൂഹത്തിലെ ഒരു കൂട്ടരെ മതത്തിന്റെ പേര് പറഞ്ഞു നിങ്ങളെ അവരുടെ വെറും വോട്ട് അടിമളാക്കി. ലോകത്തെ എല്ലാ യുദ്ധങ്ങളും ഒപ്പം ഗസയിലെ യുദ്ധവും പട്ടിണിയും മാറുമെന്ന് നമുക്ക് പ്രത്യാക്ഷിക്കാം. അതോടൊപ്പം മനുഷ്യനെ മനുഷ്യനായി കാണാനും എല്ലാവർക്കും സാധിക്കട്ടെ. മനുഷ്യത്വം മരിക്കാതിരിക്കട്ടെ.